സാപ്പിയൻസ് മനുഷ്യരാശിയെക്കുറിച്ചൊരു ലഘുചരിത്രം. AD 1500-ൽ അത്യപൂർവം നഗരങ്ങളിൽ മാത്രമേ ജനസംഖ്യ 1,00,000 കവിഞ്ഞിരുന്നുള്ളൂ. ചെളിയും തടിയും കച്ചിയും ചേർത്ത് നിർമ്മിച്ചവയായിരുന്നു അക്കാലങ്ങളിലെ മിക്ക കെട്ടിടങ്ങളും. 3 നില കെട്ടിടങ്ങളായിരുന്നു അന്നത്തെ അംബരചുംബികൾ. വേനൽക്കാലത്ത് പൊടിപിടിച്ചതും വർഷകാലങ്ങളിൽ ചെളി നിറഞ്ഞതുമായിരുന്നു അക്കാലത്തെ പൊതുവീഥികൾ. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒച്ചയനക്കങ്ങളായിരുന്നു അന്ന് തെരുവുകളെ ശബ്ദമുഖരിതമാക്കിയിരുന്നത്. അപൂർവമായി ചുറ്റികയുടെയും വാളിൻ്റെയും സൂര്യാസ്തമനത്തോടെ നഗരം ഇരുളിലാകുന്നു. അവിടെവിടെയായി മെഴുകുതിരികളും പന്തങ്ങളും കുത്തിയിരുന്നു. അന്നത്തെ നഗരവാസി ഇന്നത്തെ ടോക്കിയോ, ന്യൂയോർക്ക്, ബോംബെ നഗരങ്ങളിലെത്തിയാൽ എന്താവും അയാളുടെ അമ്പരപ്പ്. 16-ാം നൂറ്റാണ്ടിനു മുമ്പ് ഒരാളും ഭൂമിയെ സമുദ്രയാത്രയിലൂടെ ചുറ്റി സഞ്ചരിച്ചിരുന്നില്ല. സമുദ്രങ്ങളിലൂടെ 72,000 കിലോമീറ്ററുകൾ താണ്ടി 1522-ൽ മഗല്ലൻ എന്ന സഞ്ചാരി സ്പെയിനിൽ തിരികെ എത്തിയപ്പോൾ ഇതും സാധ്യമായി. ഈ യാത്ര പൂർത്തിയാവാൻ 3 വർഷങ്ങൾ വേണ്ടിവന്നു. മഗല്ലൻ ഉൾപ്പെടെ യാത്രയിൽ പങ്കെടുത്ത ഏതാണ്ട് എല്ലാവരും തന്നെ വഴിയിൽ കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്തു. 1873-ൽ ജൂലിയസ് വെർണിയുടെ പ്രശസ്ത നോവലിൽ ധനികനായ ബ്രിട്ടീഷ് സാഹസികൻ 80 ദിവസങ്ങൾ കൊണ്ട് ലോകം ചുറ്റി തിരികെ എത്തി. ശരാശരി വരുമാനമുള്ള ഒരു ഇടത്തരക്കാരന് സുരക്ഷിതനായി ലോകം ചുറ്റാൻ 48 മണിക്കൂറുകൾ